മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ജഡ്ജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ന്യായവിധിയുമായി ബന്ധപ്പെട്ടാണല്ലോ സംസാരിച്ചിരുന്നത്. ബിലീവേഴ്സ് പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ് ആസ് സൺ, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം, നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടതിന് ആണ് ഫസ്റ്റ് ജോൺ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ജോണിൻ്റെ എപ്പിസോഡിൽ ചില ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്, നമുക്ക് നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട്. അല്ലെ ഒരു 7 വാക്യങ്ങൾ വായിച്ച് ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗം ബിലീവേഴ്സ് പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ് ആസ് സൺ എന്നുള്ളത് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടർന്നും ഈ ന്യായവിധിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ 7 ടെസ്റ്റിനകത്ത് ആദ്യത്തെ വാക്യം ഫസ്റ്റ് ജോൺ 1 യോഹന്നാൻ 2:29. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നീതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം നമ്മളിൽ നിന്ന് അനീതി മാറി നമ്മൾ നീതി ചെയ്യുന്ന വ്യക്തികളായി മാറുന്നു. നേരത്തെ ഉള്ളതിൽ നിന്ന് ചേഞ്ച് ലൈഫാണ് നമുക്കുള്ളത്. എക്സ്ചേഞ്ച് ലൈഫ് എന്നാണ് പറയേണ്ടത്. നോട്ട് ഓൺലി ചേഞ്ച് ലൈഫ്, ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് ലൈഫ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതുതായിരിക്കും. അതൊരു റീകൺസ്ട്രക്റ്റഡ് ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമുക്ക് രൂപാന്തരം വന്നിരിക്കുന്നത് നമ്മുടെ ആത്മാവിനാണ്. നമ്മുടെ ശരീരത്തിന് രൂപാന്തരമൊന്നും വന്നിട്ടില്ല. നമ്മുടെ ആത്മാവിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഒരു ആത്മാവ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മനസ്സ് ചേഞ്ച് ആവും. മനസ്സ് ചേഞ്ച് അനുസരിച്ച് ശരീരം അതനുസരിച്ച് പ്രതികരിക്കും. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമ്മുടെ ആത്മാവ് ഈ പിശാചിൻ്റെ ബന്ധനത്തിലിരുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ പിശാചുമായിട്ട് ലിങ്ക് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പൈശാചിക ശക്തിയിൽ നിന്ന് ദൈവം വിടുവിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ, അതെങ്ങനെയാണ്? യേശുവിൻ്റെ രക്ഷകനാണെന്ന് ഞാൻ ഏറ്റു പറയുമ്പോൾ സാൽവേഷൻ പ്രോസസ്സ് അതാണ്. യേശുവിൻ്റെ രക്ഷകനാണെന്ന് ഞാൻ ഏറ്റു പറയുമ്പോൾ കർത്താവ് തൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പകരുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു ചേഞ്ച് നേച്ചറാണ് വരിക. എക്സ്ചേഞ്ച് നേച്ചർ, ദാറ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. പഴയത് പോയി, പുതിയ ക്രിയേഷനാണ്. കർത്താവിൻ്റെ ആത്മാവ് വന്ന് അത് പുതുതാക്കി, ന്യൂ ക്രിയേഷനാണ്. ഇനിയും ആ ന്യൂ ക്രിയേഷൻ പ്രകാരം നമ്മുടെ മനസ്സ് ചേഞ്ച് ആവുന്നു. മനസ്സ് ചേഞ്ച് ആകുമ്പോൾ മനസ്സ് പറയും, ഇന്നലെ പോയിടത്ത് ഇന്ന് പോകാൻ പറ്റത്തില്ല. അതനുസരിച്ച് ശരീരത്തിൻ്റെ കാല് അങ്ങോട്ട് പോകുന്നതിന് പകരം അന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ് ചേഞ്ച് നേച്ചർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ചേഞ്ച് നേച്ചർ ആത്മാവിലുണ്ടായത് മനസ്സിലേക്ക് വന്നിട്ട് മനസ്സ് ശരീരത്തെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ചേഞ്ച് നേച്ചർ എക്സ്പെക്റ്റ് ചെയ്യും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ശരീരത്തിലെ പാപം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ജഡം തന്നെയാണ്. അത് പാപം ചെയ്യാനുള്ള കഴിവ് ആ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. വിൽഫുള്ളായിട്ട് നമ്മുടെ മനസ്സിനോട് പറയുകയാണ് എനിക്കത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഫ്രീ വില്ലുണ്ട്, നമ്മൾ പോയി ചെയ്യും. പിന്നെ എന്നിട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയിരുന്ന് കരയുന്നത്. ദൈവസന്നിധി പോയി, അയ്യോ ദൈവമേ തെറ്റിപ്പോയല്ലോ, അയ്യോ എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പോയിരുന്ന് കരയുന്നത്. അത് കരയുന്ന കാര്യം എന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ള കണ്ടൻറ്റ്, ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ സെൻസിറ്റീവ്നെസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ പോയിരുന്ന് കരയാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കാനായിട്ട് നമ്മുടെ വൈസസിൽ നിന്ന്, നമ്മുടെ ക്യാരക്ടറിനകത്ത് റിഫർമേഷൻ വരാതിരിക്കുന്നത്. അതിനാണ് ദൈവവചന പഠനം ആവശ്യമായിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, വിശ്വാസത്തിൽ വളരുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. വിശ്വാസത്തിൽ ജനിക്കുന്നത് പറഞ്ഞു, വിശ്വാസത്തിൽ വളരുന്ന പറഞ്ഞു. നിങ്ങൾ ദയവായി അതന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ജോൺ 2:29 നമ്മുടെ അനീതി മാറി നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം നീതിയിലേക്ക് വരുന്ന കാര്യം പറയുന്നു.
1 യോഹന്നാൻ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഒന്നുകൂടെ വായിക്കാതെ ക്ലിയറായിട്ടൊന്ന് കേൾക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയില്ല. Whosoever is born of God doth not commit sin, for the seed remain in him and he cannot sin because he is born of God. ദൈവത്തിൻ്റെ ഡിവൈൻ സീഡ് നിങ്ങളിലും എന്നിലും ദൈവം ഇട്ടിട്ടുണ്ട്. പന്നിയും ആടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പന്നിയെ കൊണ്ടു ചെന്നാൽ അത് അഴുക്കിൽ കിടന്ന് രസിക്കാനായിട്ട് ആഗ്രഹിക്കും. നിങ്ങൾ ആടിനെ ശാന്തമില്ലാത്ത ആടിനെ കൊണ്ട് വെള്ളത്തിൽ ഇറക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. ആടിനെ പിടിച്ചിറക്കേണ്ടി വരും വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ വരത്തില്ല. ആട് വെള്ളം കുടിക്കണമെങ്കിൽ പോലും ശാന്തമായി ഇരിക്കുന്ന വെള്ളത്തിലേ കുടിക്കുള്ളൂ. ഇങ്ങനെ ഇളകി വരുന്ന വെള്ളം ആട് കുടിക്കത്തില്ല. എന്താ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ അതുപോലുള്ള വ്യത്യാസം ദൈവത്തിൻ്റെ ആത്മീയമായിട്ടുള്ള സീഡ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല എന്നാണ് പറയാൻ. ഇനി പാപം ചെയ്തില്ല അന്നേരം എല്ലാവരും പാപം ചെയ്യാതെയാണോ ഇരിക്കുന്നത്, പാപമൊക്കെ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. പാപം ചെയ്താലോ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അതിലേക്ക് വരാം. മൂന്നാമത്തെ ടെസ്റ്റ് 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യും. സ്നേഹിക്കുന്നവൻ, അന്യോന്യം സ്നേഹിക്കുക. പ്രത്യേകിച്ചും ദൈവ പൈതലിനെ സ്നേഹിക്കുക. നമ്മൾക്ക് അങ്ങനൊരു സ്നേഹം നേരത്തെ ഉണ്ടായിരുന്നു. സെൽഫിഷായിട്ടുള്ളൊരു ജീവിതമല്ലായിരുന്നു ഉണ്ടായിരുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പം നമ്മൾ മറ്റുള്ളവരെ കുറച്ചും കൂടി കരുതാനും സ്നേഹിക്കാനും നമ്മൾ പഠിച്ചില്ലേ? കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് പാർന്നുകൊണ്ടാണ്. റോമർ 5:5 അങ്ങനെ പറയുന്നു, ദൈവത്തിനോടുള്ള നിരപ്പ് മൂലം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് പാർന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് പാർന്നതിനാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പഠിച്ചു. നാലാമത്തെ ടെസ്റ്റ് 1 യോഹന്നാൻ 5:1. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ, അതിന് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്നേഹിക്കാനായിട്ട് പറ്റും. അവനെ സ്നേഹിച്ചവൻ അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അന്യോന്യം സ്നേഹം പകരുന്ന ഒരു ടെസ്റ്റ്. ദൈവത്തിൻ്റെ സ്നേഹവും, നേരത്തെ മനുഷ്യൻ്റെ സ്നേഹം പറഞ്ഞു, ഇപ്പം ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞു. ഓക്കെ, അടുത്ത 5ാമത്തെ പോയിന്റ് 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിക്കുന്ന സ്നേഹം നമ്മുടെ വിശ്വാസം. ലോകത്തെ ജയിക്കുക. ലോകത്തെ ജയിക്കുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വേൾഡ് ഈസ് അണ്ടർ നൗ ദ കൺട്രോൾ ഓഫ് സൈറ്റൻ. സൈറ്റാനിക് ആക്ടിവിറ്റീസ് ആണ് ലോകത്തിൽ നടക്കുന്നത്. അതിനെ ജയിക്കുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനുള്ളതാണ്. ദൈവത്തിൻ്റെ വിത്ത് അവനിലുള്ളിടത്തോളം അവൻ ലോകത്തെ ജയിക്കുന്നു എന്നുള്ളതാണ്. 7ാമത്തെ കാര്യം 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്നുള്ള ഒരു കാര്യം, നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോഴിങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ ഈ 7 ടെസ്റ്റാണ്. 1 നീതി ചെയ്യുക, 2 വിൽ നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ, 3 സ്നേഹിക്കുന്നവൻ അന്യോന്യം സ്നേഹിക്കുന്നു, 4 ദൈവത്തോടുള്ള സ്നേഹം, 5 ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു, 6 ലോകത്തെ ജയിക്കുന്നു, 7 തന്നെത്താനെ സൂക്ഷിക്കുന്നു. അത് ഈ 7 ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ദൈവത്തിൻ്റെ മകനാണോ മകളാണോ എന്നുള്ളതെന്ന്. 1 ജോൺ മുഴുവനായിട്ട് എടുത്തെന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതിന് ഇപ്പോഴെന്താണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ന്യൂ നേച്ചറാണ്, എന്നാൽ നമുക്ക്
പാപം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ മറന്നു വരുന്നു. മനുഷ്യന് ഉള്ളിടത്തോളം കാലം മനുഷ്യനിൽ ഇൻഹറൻ്റായിട്ട് വരുന്നൊരു നേച്ചറാണ് പാപം. കാരണം അവൻ്റെ ആത്മാവ് വസിക്കുന്ന അവൻ്റെ ശരീരത്തിലാണ്. അപ്പോഴേ എപ്പോഴും ഈ പാപത്തിൻ്റെ പ്രമാണം അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. ഈ പാപത്തിന് ലോ ഓഫ് സിൻ, ഈ പാപത്തിൻ്റെ പ്രമാണവും മരണത്തിൻ്റെ പ്രമാണം, ഈ രണ്ട് പ്രമാണവും അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. സത്യം തമ്മിൽ ഇല്ലാതെയായി എന്ന് 1 ജോൺ 1:8 പറയുന്നു. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവമക്കളോടാണ് പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആവുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റു പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയാതെ പാപങ്ങൾ ചെയ്തു പോയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ കൂട്ടായ്മയിൽ നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു ഫെലോഷിപ്പ് ബ്രേക്ക് വരും. ഒരു പാപം ചെയ്തു, പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. അതിൽ തന്നെ നമ്മൾ വീണ്ടും അതിന് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അപ്പറ്റൈറ്റ്, അതിനുവേണ്ടി വലിയൊരു ആഗ്രഹം വന്ന് വീണ്ടും ചെയ്യുമ്പോഴേ അത് നമ്മുടെ ഉള്ളിലൊരു അഡിക്ഷൻ പോലെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് എന്താണ്, പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഹാർട്ട് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഈ കർത്താവിനോട് ആ പാപം ഏറ്റു പറയുമ്പോഴേ ആ ജഡത്തിൽ മേലുള്ളൊരു കൺട്രോൾ ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സെൻസിറ്റീവ്നെസ് തരും. നെക്സ്റ്റ് ടൈം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴേ അപ്പം തന്നെ ഹൃദയത്തിൽ കർത്താവ് അത് പറയും, നിങ്ങളുടെ പാപത്തിലേക്ക് പോകുന്നു എന്ന് കർത്താവ് പറയും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം എടുത്ത് നോക്കുമ്പോഴേ നമ്മൾ മുഴുവനായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ പാപത്തിൻ്റെ ഒരു പ്രമാണവും മരണത്തിൻ്റെ ഒരു പ്രമാണവും നമ്മളിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. കാരണം അവൻ്റെ ആത്മാവ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നത് ആത്മാവിൻ്റെ പ്രമാണമാണ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. അതിൽ എനിക്ക് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു, സ്വാതന്ത്ര്യം തന്നു. എന്താണ്? ജീവൻ്റെ പ്രമാണം, ആത്മാവിൻ്റെ പ്രമാണം. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ പാപത്തിൻ്റെ കീഴിലല്ല വസിക്കുന്നതെന്നുള്ള ഒരു വലിയ ചിന്ത നമ്മളെ ഈ ദിവസങ്ങളിൽ ഭരിക്കണം. അതായത് ഇത് പറയുന്ന ആരോടാണ്? യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചോടാണ് പറയുന്നത്. നമുക്കറിയാം എയറോപ്ലെയിൻ എത്ര കിലോ ഉണ്ട് നമുക്കറിയാം, വലിയ വെയിറ്റ് അല്ലേ. അതിനകത്ത് ഒരുപാട് സാധനങ്ങളും ആളുകളും എല്ലാം കയറും. എന്നാൽ അതിൻ്റെ ഇന്ധനം, അതിൻ്റെ ശക്തി കൊണ്ട് ഏവിയേഷൻ ഓയിൽ അതുകൊണ്ട് അതിനെ ഉയർത്തുന്നതായിട്ട് കാണാം. എത്ര ശക്തമായിരുന്നാലും അതിനെ ഉയർത്തുവാനായിട്ട് ആ ഏവിയേഷൻ ഓയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി അത് കത്തുമ്പോഴത് നടക്കും എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് ആത്മാവിൽ നിറയണം, ആത്മാവിലേക്ക് നമ്മളെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം, ആത്മാവിൻ്റെ ഫുൾനെസ്സിലേക്ക് വരണം, ആത്മാവിൻ്റെ അനോയിൻറ്റിങ് അഭിഷേകത്തിലേക്ക് വരണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ പാപം ചെയ്യാതെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ പറ്റുകയില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നത് എന്താണ്? ബിലീവേഴ്സ് പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് സൺ, അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് വന്നത്. ഈ പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് സണ്ണിനകത്ത് നമ്മൾ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചുവെങ്കിൽ ആത്മാവിൻ്റെ പ്രമാണം ഇന്ന് നമ്മൾ വ്യാപരിക്കുകയും നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത എന്ന് വെച്ചാൽ ജഡത്തിന് അഡിക്ഷനായിരിക്കുന്ന പാപ സ്വഭാവത്തിന് അടിമയായിരിക്കുന്നതിൽ നിന്ന് ദൈവം നമ്മളെ ആത്മാവിൽ വിടുവിച്ച് ബലപ്പെടുത്തി നിലനിർത്താനായിട്ട് ദൈവം ഇന്ന് മതിയായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് വീണ്ടും പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് ആ ക്യാരക്ടർ, ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുകയാണ്. അതിന് 7 ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞു. ഈ 7 ടെസ്റ്റുകളും ആത്മാവിലുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളാണ്. അതിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനീതി വിട്ട്, പാപം വിട്ട്, ദൈവസ്നേഹം നമ്മൾ വസിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും തന്നെത്താൻ സൂക്ഷിക്കുവാനും നമുക്ക് കഴിയും എന്നുള്ളത് നമ്മൾ മറക്കരുത്.
അതിനാൽ ഞാൻ ഇന്നത്തെ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിത് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ മക്കളായിട്ട് ദൈവസന്നിധിയിലിരിക്കുമ്പോഴേ ദൈവം അതിനുള്ള കൃപ നമുക്ക് തരും. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ തരും. അതിനുവേണ്ടി എങ്ങനെയാണ് വിശ്വാസത്തിൽ വളരുന്നതെന്ന് പറഞ്ഞാണ് പരിശുദ്ധാത്മാവ്, ദൈവവചനം, പ്രാർത്ഥന, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഡെയിലി മെഡിറ്റേഷൻ ആവശ്യമാണ്. ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ എപ്പിസോഡ് പോയി നോക്കണം. തീർച്ചയായും ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും തുടർന്നും നമ്മൾ ന്യായവിധിയെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ട്. ഇനിയും ഇത് തന്നെ നമ്മൾ പറഞ്ഞ പാപത്തിൽ നമ്മൾ ജീവിക്കാതിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനിയും ഒരു പക്ഷേ പാപം ചെയ്തു പോയെങ്കിൽ, അല്ലെങ്കിൽ നമ്മളതിനകത്ത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും ഇനി എന്നോട് ചേർന്ന് പറയണമല്ലോ. അവിടെയും നമുക്ക് ന്യായവിധി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയണം. അവിടെ ഇനി അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. നമ്മൾ തുടർന്നും ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ നിങ്ങളുടെ വീട്ടിൽ ഇത് എത്തുന്നുണ്ട്. വരുന്ന പർട്ടിക്കുലർ സമയത്തിന് ഇത് വിടുന്ന കാര്യം എന്തിനാണെന്ന് വെച്ചാൽ, കിടക്കുന്നതിന് മുമ്പ് ഇത് കേൾക്കുകയും ദൈവവചനം കേൾക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയാണ് അത് വരുന്നത്. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അത് വാച്ച് ചെയ്യുക. അതുപോലെ പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങളെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രെയർ റിക്വസ്റ്റുകളൊക്കെ ദൈവം ഉത്തരം തരും എന്നുള്ളത് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന കൺഫേം ചെയ്തിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തീർച്ചയായും അത് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വിടുതൽ വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും പാപത്തിൻ്റെ അടിമത്വത്തിൽ ആയിരുന്നതിനെ ഞങ്ങളെ വിടുവിച്ചു. എന്നാൽ പാപം പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ഇന്ന് വിടുതൽ കിട്ടാത്ത ചില വ്യക്തികൾ ഇത് കാണുന്നു. പല രീതിയിലുള്ള അഡിക്ഷനുണ്ട് കർത്താവേ. നീ അവരെ അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റൂട്ടായിട്ട് പല കാര്യങ്ങളുണ്ട്, അതെല്ലാം പിഴുത് കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമയം വേസ്റ്റ് ചെയ്ത് കളയുന്ന, കർത്താവെ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് കളയുന്നവരുണ്ട്. പ്രത്യേകിച്ച് പ്രോണോഗ്രഫിക്ക് അഡിക്ഷൻ ആയിരിക്കുന്നവർ, കർത്താവെ, അതുപോലെ ചില വൈസസിന് അഡിക്റ്റ് ആയിരിക്കുന്നവർ, ഇത് ശ്രദ്ധിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് അതിൻ്റെ റൂട്ടോടുകൂടി പിഴുത് കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സിസ്റ്റം ഒന്ന് റീഫർബിഷ് ചെയ്യുവാനായിട്ട് കർത്താവേ, നിൻ്റെ കൃപ കൂടെയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നീ വിടുവിച്ച ദൈവമാണ്. എന്നാൽ പാപത്തിൻ്റെ ചില കാഠിന്യമായിട്ടുള്ള ചില വേരുകൾ അവിടെ കിടന്ന് ഇപ്പോഴും ദോഷം വരുത്തുന്ന ജീവിതങ്ങളെ ഇന്ന് റിലീസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന് ഒരു ക്ലെയിമും കർത്താവെ അവരുടെ ജീവിതത്തിൽ കൊടുക്കാതിരിപ്പാൻ കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ന്യൂ ഏജിൻ്റെ തിങ്കിങ്ങിലെ പല കാര്യങ്ങൾ ഉള്ളിൽ വന്നിട്ട് കർത്താവെ നശിച്ചു പോകുന്ന വലിയ തലമുറകളുടെ മുന്നിൽ കർത്താവെ പ്രകാശത്തോടെ നിൽപ്പാനായിട്ട്, ലോകത്തിൻ്റെ ഉപ്പായിട്ട് നിൽപ്പാനായിട്ട് നീ അവരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവെ, അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് തുടർമാനമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും എപ്പിസോഡ് മിസ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ പറയുന്ന വാക്യങ്ങൾ, ബൈബിൾ വേഴ്സസ് നിങ്ങൾക്കത് ഇടയ്ക്ക് നിർത്തി അത് എഴുതി അതിൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അയച്ചു തന്നാൽ അത് ക്ലാരിഫൈ ചെയ്ത് പറയുന്നതായിരിക്കും. അത് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.